മധുരം മാംഗല്യം 7. രചന അവതരണം നിള കാർത്തിക. 4 പേരുടെ നടുവിലായി നടന്നു ചെല്ലുമ്പോൾ ആ നീണ്ട വരാന്തയുടെ തെളിഞ്ഞു നിൽക്കുന്ന വെട്ടത്തിലൂടെ കണ്ടു കസേരകളിൽ ഇരിക്കുന്നവരെ. അടുത്തേക്ക് എത്തുന്തോറും അറിഞ്ഞു അവരുടെ എല്ലാം നോട്ടം തന്നിലേക്കാണെന്ന്. തല താഴ്ത്താതെ തന്നെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സച്ചി ശ്രദ്ധിച്ചത് മാലതിയുടെ പുറകിലേക്ക് മാറിപ്പോകുന്ന താരയെയാണ്. ഉച്ചത്തോടെ ഒന്ന് നോക്കി സച്ചി. സുഭാഷ് കുതിച്ച പോലെ അടുത്തേക്ക് വന്നു. ഓരോന്നും ഒപ്പിച്ച് വെച്ചിട്ട് ഒഴിഞ്ഞു മാറാമെന്ന് കരുതിയോടാ നീ? തൻ്റെ കോളറെ പിടിച്ച അയാളുടെ കൈ തട്ടി മാറ്റാൻ സമയമധികം എടുത്തില്ല സച്ചിക്ക്. ഞാൻ ചെയ്തത് തെറ്റുപോലെ തൻ്റെ മോളും തെറ്റ് ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടെന്ന് ചോദിച്ചു നോക്കണോ? ഓരോ വാക്കുകൾ പറയുമ്പോഴും താരയെ നോക്കി സച്ചി. അല്ലെങ്കിൽ വേണ്ട, ഇനി ഇപ്പോൾ അവളുടെ വായിൽ നിന്ന് എന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പുന്നാര മോളെ സച്ചിദേവി ഇറക്കി വിട്ടിരിക്കുന്നു. പല്ല് കടിച്ച് പിടിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ കോപം കണ്ടു പൂക്കുല പോലെ ശരീരം വിറച്ചു താരയുടെ. ഇനി എൻ്റെ കഷ്ടകാലത്തിന് നാളെ എങ്ങാനും കല്യാണം മുടങ്ങിയാൽ എൻ്റെ തലയിൽ വെക്കാൻ പോലും തോന്നണ്ട നിങ്ങൾക്ക്. കാരണം ഒരു തേപ്പുകാരിയെ സച്ചിക്ക് വേണ്ട. അവസാന വാക്കിൽ അവൻ്റെ ശബ്ദം നുടറിപ്പോയത് ആർക്കും മനസ്സിലായില്ല. അല്ലെങ്കിലും ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അറിയുമ്പോഴുണ്ടാകുന്ന വേദന അത് ചെറുതല്ല. പക്ഷേ അതിൻ്റെ പേര് ജീവിതം അടുത്ത് ജീവിക്കാൻ സച്ചിയെ കിട്ടത്തുമില്ല. ഇഷ്ടമായിരുന്നു. ചതിക്കാതെ കൂടെ നിന്നിരുന്നെങ്കിൽ ജീവൻ കൊടുത്തും അവളെ നേടിയെടുത്തേനെ. പക്ഷേ ആ ഓർമ്മയിൽ നെഞ്ചം നെരിഞ്ഞുപോയി. ഒന്ന് പോയാൽ മറ്റൊന്ന്, അത്രയേ ഉള്ളൂ ഈ സച്ചിക്ക്. ഇതോടെ ഈ സച്ചിക്ക് ഒന്ന് മനസ്സിലായി, എൻ്റെ പാതിയാകേണ്ടവൻ നിങ്ങളുടെ ഈ മോളല്ല എന്ന്. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. എങ്കിലും ഒച്ച കുറച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ്റെ വാക്കുകൾ നൽകിയ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു ദേവ്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. തൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് യാതൊരുവിധ സങ്കേചവുമില്ലാതെ സച്ചി നെഞ്ചിക്കൈ കെട്ടി നിന്ന് പറയുമ്പോൾ പതറിപ്പോയി സുഭാഷും ദേവനും താരയുമായിരുന്നു. നിന്നെ വല്ലിച്ചിന് കാണണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പുള്ളിയെ ഒന്ന് കാണാൻ തന്നെ ഞാനും വന്നത്. ചോദിച്ചുകൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുമ്പായി താരയെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാൻ മറന്നില്ലവൻ. അവളുടെ മുഖത്തെ പകപ്പും ഭയവും വ്യക്തമായി തിരിച്ചറിഞ്ഞു. ചുണ്ടൊന്ന് കോടിച്ചു കൊണ്ടവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ദേവനും അച്ഛൻ സുഭാഷും അകത്തേക്ക് കൂടെ കയറിയിരുന്നു. ദേവ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം. ഒരു വെടിക്ക് രണ്ടും പോയി കിട്ടും. തൻ്റെ മകൻ്റെ ചെവിയുടെ അടുത്തായി വന്നുകൊണ്ട് അയാൾ പറയുമ്പോൾ അവൻ സമ്മതിച്ചു കൊണ്ടൊന്ന് തലയാട്ടി. ഒബ്സർവേഷൻ റൂമിൻ്റെ അകത്തേക്ക് സച്ചി ചെല്ലുമ്പോൾ വിജയനെ കിടത്തിയിരിക്കുന്ന ബെഡിനോട് ചേർന്ന് കസേരയിൽ ഇരിക്കുന്നു അനില. അവരിൽ നിന്നൊക്കെ കുറച്ച് മാറി മറുവശത്തായി നിൽപ്പുണ്ട് മഹാലക്ഷ്മി. അവളുടെ മുഖത്തേക്ക് നോക്കി സച്ചി നോട്ടം മാറ്റിക്കളഞ്ഞു. സച്ചി. വിജയൻ്റെ തളർന്ന സ്വരം തേടി വന്നതും സച്ചിയുടെ ശ്രദ്ധ അയാളിലേക്ക് പോയിരുന്നു. നീണ്ടുവരുന്ന കയ്യിലേക്ക് കരം ചേർക്കുമ്പോൾ സച്ചിക്ക് ആദ്യമായി വല്ലാത്തൊരു കുറ്റബോധം തോന്നിപ്പോയി. സച്ചി, എൻ്റെ മോൾ, സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ചേട്ടൻ്റെ മോൾ തെറ്റ് ചെയ്തു. അവൻ പറഞ്ഞുകൊണ്ട് മുഖം ഒന്നുയർത്തി നേരെ ഇതിൽ നിൽക്കുന്നവളെ നോക്കി. മൊഹയെ അവനെ കടുപ്പിച്ചൊന്ന് നോക്കിയതും അവളിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു സച്ചി. പക്ഷേ ആ തെറ്റൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ഒന്നല്ല. ഈ പെണ്ണിൻ്റെ എടുത്തുചാട്ടം, പിന്നെ എനിക്ക് പറ്റിയൊരബദ്ധം, അതുമൂലം എല്ലാവർക്കും ഉണ്ടായ തെറ്റിദ്ധാരണ, അതെന്താണെന്ന് വിവരിച്ച് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം പുകഞ്ഞ കൊള്ളി പുറത്ത്. പറയുമ്പോൾ കുറച്ച് മാറി നിൽക്കുന്ന ദേവനെയും അവൻ്റെ അച്ഛനെയും നോക്കാൻ മറന്നില്ലവൻ. രണ്ടുപേരുടെയും മുഖത്ത് പക്ഷെ യാതൊരു ഭയമോ സങ്കോചവുമില്ല എന്ന് ശ്രദ്ധിച്ചവൻ. അതെ, എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയണം. രോഗിയെ അധികം സംസാരിക്കാൻ പറ്റില്ല. ഇത്രയും പേരൊന്നും ഇവിടെ നിൽക്കാനും പറ്റില്ല. ഡ്യൂട്ടി നേഴ്സ് വന്ന് ഒച്ച വെച്ചതും സുഭാഷ് പയ്യെ വഴിയിലേക്ക് ഇറങ്ങി. അതിനു മുമ്പ് ദേവനെ ഒന്ന് നോക്കുമ്പോൾ അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു. സച്ചി, ഈ പ്രശ്നങ്ങൾ നിന്നെ ബാധിക്കില്ല. പക്ഷേ എൻ്റെ അയാളുടെ സംസാരം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള സംശയം മഹയിലും സച്ചിയിലും ഒരേപോലെ ഉണ്ടായതും ഞെട്ടലോടെ മുഖം ഒന്ന് ഉയർത്തി നോക്കിപ്പോയി. അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊരു കുഴപ്പവുമില്ല. അവളുടെ ശബ്ദം അത്ര ഒച്ചയോടല്ലെങ്കിലും ഉയർന്നിരുന്നു. ഞാനും സംസാരിച്ചോട്ടെ? താക്കീതോടെ നോക്കുമ്പോൾ അവൾ മുഖം വെട്ടിച്ച് കളഞ്ഞു. സംഭവിച്ചത് എന്തുമാവട്ടെ, തെറ്റിദ്ധാരണയോ എന്തും, പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ മോള് ജീവൻ തകരാൻ സമ്മതിക്കില്ല സച്ചി. എനിക്കൊരു മോളേ ഉള്ളൂ. അവൾ ഇടറിപ്പോയ ശബ്ദത്തോടെ നോക്കിയ ദേവനെയായിരുന്നു. അവർ അച്ഛനും മോനും തന്നോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നതും വിജയൻ്റെ മുഖത്ത് നിഴലിച്ചു. തൻ്റെ അടുത്ത് നിൽക്കുന്ന മഹയ്ക്ക് നേരെ കൈ നീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു. നീ എൻ്റെ മോളെ വിവാഹം കഴിക്കില്ല സച്ചി, എനിക്ക് വേണ്ടി.
പ്രതീക്ഷിച്ചിരുന്ന വാക്കുകളാണെങ്കിലും മഹാൻ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അച്ഛൻ നിന്ന് കൈ പിൻവലിക്കാൻ ശ്രമിച്ചു അവൾ. സാറെന്തായി പറയുന്നേ? അതിന് മാത്രം പ്രശ്നമുണ്ടായിട്ടില്ല. പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ. അയാളുടെ വാക്കുകൾ അവനിന് പകപ്പായിരുന്നു. പ്ലീസ് സച്ചി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിന് ആരുമില്ലാതാകും. ആ കണ്ണുകൾ നിറയുന്നത് നോക്കി നിൽക്കുമ്പോൾ അവളുടെ കരം തൻ്റെ കയ്യിലേക്ക് കൂട്ടിപ്പിടിപ്പിക്കുന്ന അറിഞ്ഞു അവൻ. എനിക്ക് സമ്മതമല്ലെങ്കിലോ? പറയുകയും തട്ടിയെറിഞ്ഞു മഹാകൈ. അല്ലെങ്കിൽ ആർക്കാടി സമ്മതമുള്ളത്? എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കാതെ സച്ചി മുരണ്ടു. അയ്യോ അല്ല, ഞാനങ്ങ് സമ്മതിക്കും. തൻ്റെ ബുദ്ധി കൊള്ളാമല്ലോടോ. ചേച്ചി കിട്ടിയില്ലെങ്കിൽ അനിയത്തി. മഹാമോളെ വേണ്ട അച്ഛാ, പ്ലീസ്. എൻ്റെ ജീവിതം ഈ സീരിയൽ പോലെ ആക്കരുതേ. ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലുണ്ടായ കാര്യത്തിൽ ഇയാളെപ്പോലുള്ള ഒരാളുടെ താലിയും കടത്തിക്കെട്ടി ജീവിതം നശിപ്പിക്കാൻ എന്നെ കിട്ടില്ല. അതിന് മാത്രം എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? സച്ചിക്ക് നേരെ വിരച്ചുകൊണ്ട് ഇയാൾ പറയുമ്പോൾ ആ വിരത്തുമ്പിൽ കയർ പിടിച്ചു സച്ചി. അവൻ പിടിച്ചിരിക്കുന്ന വിരത്തുമ്പ് വേദനിച്ചു മഹായ്ക്ക്. വിടടോ എന്നെ, മുരണ്ടുകൊണ്ടവൾ പറയുമ്പോൾ വിട്ടിരുന്നു അവനും. മഹാ, വല്യച്ഛൻ്റെ ആഗ്രഹമല്ലേ, മര്യാദയ്ക്ക് സമ്മതിക്കാൻ നോക്ക്. ഇവനെയും ചേർത്ത് നിന്നെക്കുറിച്ച് ഇപ്പോൾ തന്നെ നാട് മുഴുവനായി കാണും. നിനക്ക് ഭാവി നല്ലൊരു ബന്ധം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നിനക്കുണ്ടായ ചീത്തപ്പേര് മാഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് പോലും നാണക്കേടാണ്. സംഗതി കൈവിട്ട് പോകുമെന്ന് തോന്നിയതും ദേവൻ മുമ്പോട്ട് വന്ന് പറഞ്ഞിരുന്നു. എനിക്കുണ്ടായ ചീത്തപ്പേര് ഞാനങ്ങ് സഹിച്ചു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ആരും അത്ര ടെൻഷനാകണ്ട. അങ്ങനെ എൻ്റെ മേലെ വീണ കളങ്കം ഇയാളെ കല്യാണം കഴിച്ച് മാറുകയും വേണ്ട. അർത്ഥം മുറിച്ചവൾ പറഞ്ഞിരുന്നു. അപ്പോഴുള്ള സച്ചിയിലേക്ക് അതേ കോപത്തോടെ നോക്കുന്നുമുണ്ടവൾ. നിനക്ക് മാത്രമല്ല ചീത്തപ്പേര്, മംഗലത്ത് കുടുംബത്തിന് കൂടിയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും നടക്കാൻ പോകുന്ന താരയുടെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പറയുകയും അർത്ഥം വെച്ച് നോക്കിയത് വിജയനെയായിരുന്നു. അയാളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അടുത്തിരിക്കുന്ന അനിലയുടെ കയ്യിൽ അയാളുടെ പിടുത്തം മുറുകിയിരുന്നു. മഹാമോളെ, നീ സമ്മതിച്ചേക്ക്, ഞങ്ങൾക്ക് വേണ്ടി. അതുവരെ സംസാരിക്കാതിരുന്ന അനില കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറയുമ്പോൾ അമ്മ എന്തിനെയോ ഭയക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇല്ല അമ്മേ, ഇയാളും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ പേരിൽ താരേച്ചിയുടെ കല്യാണം മുടങ്ങില്ല. അതിനു വേണ്ടിയാണല്ലോ ഞാനും ഈ കുടുക്കിൽ വീണത്. ദേവയെ നോക്കി പറയുമ്പോൾ താരേച്ചിൽ നിന്ന് വീണ വാക്കുകൾ ഓർമ്മ വന്നു അവൾക്ക്. അതുകൊണ്ട് അതോർത്തായി വിഷമിക്കേണ്ട. പക്ഷേ അതിൻ്റെ പേരിൽ ഈ 20-ാം വയസ്സിൽ എൻ്റെ ജീവിതം നരകമാക്കാനൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ ലൈഫ് എൻ്റെ മാത്രമാണ്. അതിൽ തീരുമാനമെടുക്കല്ലേ അച്ഛേ, പ്ലീസ്. അച്ഛൻ ഒത്തിരി നിർബന്ധിച്ചാൽ ഈ മകയ്ക്ക് സമ്മതിച്ചു പോകും. പക്ഷേ അതിൻ്റെ മരണത്തിന് തുല്യമായിരിക്കും. അവളുടെ ശബ്ദം ഇടറിപ്പോയി. എനിക്ക് എൻ്റേതായ കുറേ ഡ്രീംസ് ഉണ്ട്. അത് നടത്തിയെടുക്കണം എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും പറഞ്ഞ് വന്നാൽ സമ്മതിച്ചു തരില്ലേ മഹാലക്ഷ്മി? ശബ്ദത്തിന് ഒച്ച കുറവായിരുന്നെങ്കിലും വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അവസാനമായി പറഞ്ഞുകൊണ്ട് അവൾ മുറി നിന്നിറങ്ങാൻ തുടങ്ങിയതും അച്ഛൻ്റെ വെളിയിൽ നിന്നുപോയി. മഹാമോളെ, അച്ഛന് വേണ്ടി. വിജയൻ്റെ ശബ്ദം ദയനീയമായി പോയിരുന്നു. കാരണം ഒരു വാക്കിനെ അയാൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, മഹാലക്ഷ്മിയുടെ യാഥാർത്ഥ്യം, അവൾ ആരാണെന്നുള്ള സത്യം. ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് താൻ മനസ്സിലാക്കിയ ഒന്നാണ്, രക്തബന്ധങ്ങൾക്ക് വെള്ളത്തിൻ്റെ കട്ടി പോലുമില്ല എന്ന്. താൻ ഇതുവരെ കണ്ടതുപോലെയല്ല പലരുടെയും ഉള്ളെന്ന്. വല്ലാത്തൊരു ഭയം തോന്നുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോലുമില്ല. ഇനി സമയം കിട്ടിയില്ലെങ്കിൽ അതിനു മുമ്പ് മകയെ ഉറപ്പുള്ളൊരു കൈകളിൽ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പലതും കൈവിട്ട് പോകുമെന്ന് അയാൾ താൻ ഭയക്കുന്നു. പക്ഷേ അതെങ്ങനെ മകയെ പറഞ്ഞ് മനസ്സിലാക്കും? അച്ഛനെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധിക്കരുത് പ്ലീസ്. അവസാന വാക്കിൽ അപേക്ഷയുണ്ടായിരുന്നു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ തൻ്റെടവും സംസാരവും ശ്രദ്ധിച്ച് നിൽക്കുകയാണ് സച്ചി. ഏതൊരു മകളും നിസ്സഹായി പോകുന്ന നിമിഷം. എന്നിട്ടും തളരാതെ അവൾ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നു. തനിക്കിവളെ ഇഷ്ടമില്ല, പക്ഷേ എന്തുകൊണ്ടും ഒരു മതിപ്പ് തോന്നുന്നു. വിജയേട്ടാ, ഒരു ആണിനെയും പെണ്ണിനെയും ഒരു മുറിയിൽ നിന്ന് സംശയാസ്പദമായി കണ്ടുവെന്ന് വിചാരിച്ചുകൊണ്ട് കല്യാണമാണെന്ന് അല്ലല്ലോ. അതിനർത്ഥം എന്താണ് സംഭവിച്ചതെന്ന് പോലും ചോദിക്കാതെ ആദ്യം സ്വന്തം മകളെ കേൾക്കാൻ നോക്ക്. ബാക്കി പറയാതെ നോക്കിയത് മഹയാണ്. അപ്പോഴും അവനെ കടുപ്പിച്ച് നോക്കി നിൽക്കുകയാണ് അവളും. അവിടെ ഇനിയും നിൽക്കുന്നത് ശരിയാകുന്നില്ല എന്ന് സച്ചിക്കും ആ സമയം കൊണ്ട് തോന്നിയിരുന്നു. ഇനിയും നിന്നാൽ ഈ പെണ്ണിനെ തലയിൽ വെക്കേണ്ടി വരും. കാരണം അവസ്ഥ അതാണ്. വൈകാരികമായ സമ്മർദ്ദം തങ്ങൾ രണ്ടു പേർക്കും പല ഭാഗത്തു നിന്നുണ്ടാകാം. കാരണം വിജയേട്ടൻ്റെ അവസ്ഥയ്ക്ക് താനും കൂടി കാരണമാണ്. ഇനിയും നിന്നുകൂടാ എന്ന് ബുദ്ധി ഉപദേശിച്ചു കൊണ്ടിരുന്നു. വിജയേട്ടാ, ഒന്നും തോന്നരുത്. നിങ്ങളുടെ ഈ മകൾ വല്ലാത്തൊരു അഹങ്കാരിയാണ്. മഹാ ഹുങ്ക് പിടിച്ചൊരു സാധനം. എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള അഹങ്കാരമുണ്ട് ഇവൾക്ക്.
അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പെണ്ണ് ചേരില്ല. ഇവളെ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ്. അപ്പോഴാണ് കല്യാണം. മഹയ്ക്കാണ് സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ ഉള്ള സംസാര രീതി. അല്ലെങ്കിൽ തന്നെ കെട്ടാൻ ഞാൻ മുട്ടി നിൽക്കുകയാണല്ലോ. ഈ പ്രദേശത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിലും എൻ്റെ റേഞ്ചിന് പറ്റിയൊരാളല്ല താൻ. തന്നെ കാണുന്ന പോലെ എനിക്ക് വെറുപ്പാണ്. പിന്നെയാണ് കല്യാണം. അവൻ പറഞ്ഞതിൻ്റെ മറുപടിയെ പറയുമ്പോൾ അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഇനി വേറെ ആവശ്യമൊന്നുമില്ലെങ്കിൽ എനിക്ക് പോകാമല്ലോ. അവൻ പറഞ്ഞു തിരിയുമ്പോൾ ഡോക്ടറും നേഴ്സും അകത്ത്. ഇതെന്താ ഇത് രോഗിയെ കിടത്തിരിക്കുന്ന റൂമാണ്. എല്ലാവരും ഇപ്പോൾ ഇറങ്ങണം, അല്ലെങ്കിൽ രോഗി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ ദേഷ്യപ്പെട്ട് പറഞ്ഞതും സച്ചി അപ്പോൾ തന്നെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. അവനെ കാത്ത് ജിനീഷ് നിൽപ്പുണ്ടായിരുന്നു. നീ എങ്ങനെ അറിഞ്ഞു? ലച്ചു വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ പെട്ടെന്ന് പോകുന്നത്. എന്തേലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് അവർ രണ്ടുപേരും പേടിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നമുണ്ടാകാൻ? ഒരു വലിയ പ്രശ്നമുണ്ടായേനെ. വലിയൊരു തലവേദന തലയിൽ വന്ന് വീണേനെ. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മുണ്ടൊന്ന് മടക്കി കുത്തി നടക്കുന്ന കൊണ്ട് സച്ചി പറഞ്ഞു. എന്ത് പ്രശ്നം? അതാ പെണ്ണിന് ഞാൻ. അച്ഛേ! മഹായിയുടെ അലറിക്കരച്ചിൽ കാതോരം എത്തിയതും രണ്ടുപേരും ഒരുപോലെ പിന്തിരിഞ്ഞു. ബോധം മറ്റ് ദേവയുടെ കയ്യിലേക്ക് വീഴുന്ന അനിലയെയും ചുവരിലേക്ക് കരഞ്ഞുകൊണ്ട് ചായുന്ന മഹയെയുമാണ് അവർ രണ്ടുപേരും അകലെ നിന്ന് കാണുന്നത്. എടാ, ആള് പോയോ? ജിനീഷിൻ്റെ ശബ്ദം ഇടിമിന്നൽ പോലെയാണ് സച്ചിയിലേക്ക് പതിച്ചത്. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ടല്ലോ അല്ലേ? ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.